ഒരുപക്ഷെ ഏറെ നാളുകൾ നീണ്ട ഗോസിപ്പുകൾക്കൊടുവിലാണ് ദിലീപ് കാവ്യ മാധവൻ വിവാഹം നടന്നിരിക്കുന്നത്. അലക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, എങ്ങനെയായിരുന്നു വിവാഹം? ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം എന്ന് ദിലീപ് പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് അതിഥികളെ ക്ഷണിക്കുന്നു, മാധ്യമങ്ങൾ അവിടെ എത്തിയതോടുകൂടി കാര്യങ്ങൾ പുറം ലോകം അറിയുന്നുള്ളൂ. ആ ഒരു വിധത്തിൽ എങ്ങനെയായിരുന്നു കല്യാണം? സൗമ്യ, അത്തരത്തിൽ വളരെ പെട്ടെന്നെടുത്ത തീരുമാനം തന്നെ ഏറ്റവും പെട്ടെന്നാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത അറിയുന്നത്. മാധ്യമങ്ങൾക്ക് പ്രത്യേക ക്ഷണം എന്നുള്ള വാർത്ത ശരിയല്ല. കാരണം മാധ്യമങ്ങൾ ഇന്ന് രാവിലെ 9-നും 10-നും ഇടയിൽ എറണാകുളത്തെ സ്വകാര്യ വിവാഹം നടക്കുന്നുണ്ടെന്ന് വേദാന്തയാണെന്ന് കണ്ടെത്തി ഇങ്ങോട്ട് പറയുകയായിരുന്നു. ദിലീപിന്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയാണ് ഈ ഹോട്ടലിന്റെ നമ്മൾ മാധ്യമപ്രവർത്തകർ പുറത്തിറങ്ങുന്നത്. അത്തരത്തിൽ ഏറ്റവും രഹസ്യമായി തന്നെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു. വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സിനിമ മേഖലയിലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് വിവാഹത്തിനുണ്ടായിരുന്നത്. 9:55 ദിലീപ് കാവ്യ മാധവന്റെ കഴുത്തിൽ താലി ചാർത്തി. അതിനുശേഷം ഇരുവരും പരസ്പരം ഹാരമണിയിച്ചു. അത്തരത്തിൽ വളരെ ലളിതമായ ഒരു ചടങ്ങാണ് ഹോട്ടൽ വേദാന്തയിൽ നടന്നത്. സിനിമാ മേഖലയിലെ പ്രമുഖർ മമ്മൂട്ടിയടക്കം, ജയറാമടക്കം, നടൻ സിദ്ദിഖടക്കം, അതുപോലെ പ്രമുഖ സംവിധായകർ സിദ്ദിഖ്, ജോഷി, കമൽ തുടങ്ങി സിനിമാ മേഖലയിലെ വലുതും ചെറുതുമായ കാവ്യക്കും ദിലീപിനും അടുപ്പമുള്ള പ്രമുഖരടക്കം ഈ വിവാഹത്തിലെത്തിയിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ദിലീപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗോസിപ്പുകൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരം സമൂഹ മാധ്യമങ്ങൾ പടർന്നു വന്നിട്ടുള്ള പുസ്തകങ്ങൾ പ്രധാനമായും മഞ്ജുവാര്യരുമായുള്ള വിവാഹ ബന്ധം ഏർപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ അതെല്ലാം ദിലീപ് കൃത്യമായി തന്നെ അന്ന് ദിലീപ് വ്യക്തത നൽകിയിരുന്നത് ഇതാണ്. മകൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. മകൾ ായിരിക്കും തന്റെ ജീവിതം. മീനാക്ഷിക്ക് ഇഷ്ടമില്ലാത്ത താൻ ചെയ്യില്ല എന്നതൊക്കെ ദിലീപ് വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വരെ അന്തരീക്ഷത്തിലുണ്ട്. മകൾ മീനാക്ഷി കാവ്യ മാധവനുമായുള്ള വിവാഹത്തിന് അനുമതി നൽകുന്നു, അല്ലെങ്കിൽ വിവാഹം മകൾ മീനാക്ഷിക്ക് താല്പര്യമാണെന്ന കാര്യം പറയുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി മീനാക്ഷി കാവ്യ മാധവന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അവർ നല്ല ബന്ധത്തിലിരുന്നു, നല്ല ബന്ധത്തിലായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്നു. അത്തരത്തിൽ മകൾ മീനാക്ഷിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ദിലീപ് വിവാഹത്തിന് അല്ലെങ്കിൽ തയ്യാറായത്. ദിലീപ് തന്നെ വ്യക്തമാക്കിയത് ഇത് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്, ഇനിയെങ്കിലും ജനങ്ങളിത് അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നടക്കം ദിലീപ് വ്യക്തമാക്കിയിരുന്നു. അത് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈയൊരു ഗോസിപ്പിന്റെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് ഒരു പരിസമാപ്തിക്കും അത് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് വിളിച്ച് ഇന്നലെ അടക്കമാണ് ബന്ധുക്കളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അടക്കം വിവാഹത്തിന്റെ കാര്യം അറിയിക്കുന്നത്. അവർ ഇന്ന് വിദേശത്തു നിന്നടക്കം ഇവിടേക്ക് എറണാകുളത്തേക്ക് പറന്നെത്തുകയായിരുന്നു. അവർക്കൊപ്പമാണ് ഈ അല്ലെങ്കിൽ ദിലീപ് അവരെ എല്ലാവരെയും ദിലീപ് കണ്ട് അവരുടെ ആശീർവാദം വാങ്ങിയതിനു ശേഷമാണ് ദിലീപ് മണ്ഡപത്തിലേക്ക് കയറിയത്. നേരത്തെ ചെറുതാരം മമ്മൂട്ടി അടക്കമുള്ളവർ വിവാഹത്തിന് ശേഷം മണ്ഡപത്തിലെത്തി നേരിട്ട് എത്തി ആശീർവദിച്ചു. അവരുടെ ആശീർവാദത്തിന് ശേഷം ബന്ധുക്കൾ, മറ്റു കൂട്ടുകാർ, അവർക്കുള്ള ഫോട്ടോ സെഷനുകൾ, അതോടൊപ്പം അവരുടെ ആശീർവാദം വാങ്ങിയതിനു ശേഷമാണ് ദിലീപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ വാർത്ത പുറത്തായതിനു ശേഷം ഈ ഒരു ഹോട്ടലിലാണ്, എറണാകുളത്തെ ഈ ഹോട്ടലിലാണ് വിവാഹം നടക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തായതിനു ശേഷം നിരവധി ആരാധകരും ഹോട്ടലിൽ പുറത്തെത്തിയിരുന്നു. പക്ഷേ ഇവർക്ക് മുകളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാരണം ഹോട്ടലിന്റെ മുന്നിൽ തന്നെ വ്യക്തമായി എഴുതി വെച്ചിരുന്ന ഒരു സിനിമയുടെ പൂജ, ഒരു ഫിലിം പൂജ എഴുതിയിരുന്നത്. ഏഴാം നിലയിലെ ചെറിയ ഹാളിൽ ഒരു സിനിമാ പൂജ മാത്രം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ എഴുതിയിരുന്നത്. അത്തരത്തിൽ ഈ വാർത്ത പുറത്ത് അറിയാതിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവും. പക്ഷെ മാധ്യമങ്ങൾ മുഴുവനും ഇവിടേക്ക് എത്തി. മാധ്യമങ്ങൾ ഇവിടെ കുതിച്ച് മാധ്യമങ്ങൾക്ക് അതിനുശേഷമാണ് ദിലീപിന്റെ പ്രതികരണം വന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ വിവാഹം മലയാളം അല്ലെങ്കിൽ മലയാളികൾ മുഴുവൻ അറിയണം എന്ന തരത്തിലേക്ക് ദിലീപ് പ്രതികരണം നടത്തിയത്. മീനാക്ഷിക്കാണ് താൻ പ്രഥമ പരിഗണന നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ദിലീപ് മണ്ഡപത്തിലേക്ക് വന്നതുപോലും മീനാക്ഷിയെ ഒപ്പം ചേർത്താണ്. ഇപ്പോഴും ഇരുവർക്ക് നടുവിൽ മകൾ മീനാക്ഷി നിൽക്കുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ ചടങ്ങ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പങ്കെടുത്തുകൊണ്ട് ചടങ്ങ് നടത്തിയിരിക്കുന്നു. 9:55 ദിലീപ് കാവ്യയുടെ കാര്യത്തിൽ സാധിച്ചു.
അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും താര ജോഡികൾ ഇരുവരും മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടീനടന്മാരാണ്. ഗോസിപ്പുകൾ ഒരു ഭാഗത്ത് ഇരുന്നപ്പോഴും പലപ്പോഴും ഇരുവരും ഒന്നിച്ച് സിനിമയിൽ എത്തുമ്പോഴും അത് വലിയൊരു ആവേശമായിരുന്നു. ദിലീപ് കാവ്യ ഹിറ്റ് എന്ന ചിത്രത്തിൽ ഒരുപക്ഷെ ഇവരുടെ ജോഡി പോലും ചിത്രങ്ങളെ വിജയിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. ഇപ്പോഴും പലപ്പോഴും ഇരുവരും ചേർന്ന് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഇരുവരും താര ജോഡിയായി എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് വലിയൊരു ആവേശമാണ്. ഇത്തരത്തിൽ താരജോഡികൾ ജീവിതത്തിലും ഒന്നിക്കുക പതിവാണ് എങ്കിലും ഇത്രയേറെ ഗോസിപ്പുകൾക്കൊടുവിൽ ഇങ്ങനെ രണ്ടുപേരും ഇത്തരത്തിൽ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്, ആ ഒരു ഘട്ടത്തിലും ഇരുവരും വിവാഹിതരാകുന്നു എന്നത് തന്നെയാണ് ഈ ഒരു കല്യാണത്തിന്റെ പ്രത്യേകത. മിനി സ്ക്രീനിൽ പലപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്, വെള്ളിത്തിരയിൽ നമ്മൾ പലപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചിട്ടുള്ള കാമുകിയായും ഭാര്യയായും ഒക്കെ തന്നെയും ഇരുവരും ജോഡികളായി നമ്മളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിലേക്കും കൂടി അവർ കടന്നിരിക്കുകയാണ്.